ഈജിപ്തിൻ്റെ തെരുവുകളിൽ നമുക്ക് ധാരാളം കാണാൻ കഴിയും. ഇവിടുത്തെ ചായപ്പൊടിയാണ് ശരിക്കത്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. പിന്നെ അതുപോലെ ധാരാളം കാണാം. ഈ ഹുക്ക വലിക്കണ സ്ഥലങ്ങൾ കണ്ടില്ലേ, ധാരാളം കാണാം. ആളുകൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കല്ല, കണ്ടപ്പോൾ എടുത്തന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ കാണുന്ന നമ്മുടെ നാട്ടിലെ കടലാസുമ്പൂ പറയില്ലേ, ഇതിൻ്റെ ചുവട്ടിലുള്ള ആ ഒരു കെട്ടിടം, അതിൻ്റെ ഉള്ളിലാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ജഅബരി റളിയല്ലാഹു അൻഹു, വലിയ കശ്ഫിൻ്റെ ഉടമയായിരുന്നു. മഹാനവറുകളുടെ ദർഗയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. توكل بجد بعزم فصيح فإني علمت بأنك نجوى ولبس خبيث مضل قبيح تبختر ترجل بصوت. അസ്സലാമു അലൈക്കും. മാഷാ അല്ലാഹ്. ഖൈറോയിലാണുള്ളത്. ബഹുമാനപ്പെട്ട അശ്ശൈഖ് സയ്യിദി സ്വാലിഹുൽ ജഅഫരി റളിയല്ലാഹു അൻഹുവിൻ്റെയും അവരെ പ്രിയപ്പെട്ട മകൻ്റെയും മഖാമാണ് നമ്മൾ ഈ കാണുന്നത്. ബഹുമാനപ്പെട്ട സ്വാലിഹ് ജഅഫരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധാരാളം മദ്ഹകൾ എഴുതുകയും ആ മദ്ഹകളുടെ വലിയ സമാഹാരങ്ങൾ, ദീവാനുകൾ, ധാരാളം വാള്യങ്ങളുള്ളത് ലഭ്യമാണ്. 19 കൊല്ലം അസ്ഹറിലെ ഇമാമായി നിലകൊണ്ട മഹാനവറുകൾ വലിയ ആശിഖും മാദിഹുമായിരുന്നു എന്ന് മാത്രമല്ല, മഹാനവറുകളോട് കൂടെ സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ദർഗയിലൊക്കെ ചെന്ന് സലാം പറയുമ്പോൾ ആ സലാം പറയുന്നത് മടക്കുന്നത് സാധാരണഗതിയിൽ ആളുകൾ സമീപത്തുള്ളവർക്ക് വരെ കേൾക്കുന്നത് അവരുടെ ഒരു വലിയ കറാമത്താണ്. അങ്ങനെയുള്ള ആ മഹാൻ്റെ ദർഗാ ഷരീഫും അവരുടെ തൊട്ടടുത്താണ് അവരുടെ മകൻ്റെ ഖബറുള്ളത്. ഇതാണ് ഇവിടുത്തെ പട്ടാള ക്യാമ്പ്. ഈ കെട്ടിൻ്റെ ഉള്ളിലാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആലിമീങ്ങൾക്കും മുത്താലിമീങ്ങൾക്കൊക്കെ സുപരിചിതരായ ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ മഹല്ലി റളിയല്ലാഹു അൻഹു, അള്ളാഹു അവരെ ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഒരു ആലിമിനെ മുത്താലിമിനെ സംബന്ധിച്ചിടത്തോളം അത്രയും ഉപയുക്തമായ ബൃഹത്തായ ഗ്രന്ഥത്തിൻ്റെ ഉടമ, അതുപോലെ നമ്മുടെ ജലാലൈനി നമുക്കറിയാം, ഇങ്ങനെ പറഞ്ഞാൽ തീരൂല. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു, അവരുടെ രണ്ടുപേരുടെയും ഖബറുള്ളത് ഈ കെട്ടിൻ്റെ ഉള്ളിലാണ്. ഇതിൻ്റെ ഉള്ളിൽ വേറെയും മഹാന്മാരുടെ ദർഗകൾ, ഖബറുകളുണ്ട്. ഇന്നത് പട്ടാള ക്യാമ്പായി വളച്ച് കെട്ടിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.